വിരഹത്തിൻ്റെ സമയപരിധി ക്രമേണ വർദ്ധിക്കുന്നതായി അനസൂയയ്ക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ അഭിനിവേശം കെട്ടടങ്ങിയോ? അതോ യൗവനയുക്തയായ ഒരു ബദൽ അദ്ദേഹം നേടിയെടുത്തോ? 17 വയസ്സുകാരിയായ ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു ഒഴിവുകാലം ചിലവാക്കിയാൽ താൻ വീണ്ടും ഒരു യുവാവായി മാറുമെന്ന് എത്ര തവണ തന്നോട് പറഞ്ഞിരിക്കുന്നു. അത്തരം പ്രസ്താവനകൾ തന്നെ കലശലായി വേദനിപ്പിച്ചു. യൗവനമൊഴികെ മറ്റെന്തും വാങ്ങിക്കൊടുക്കുവാൻ തക്ക ധനശേഷി തനിക്കുണ്ടായിരുന്നു. യൗവനം, അത് കാടിൻ്റെ അകത്തളങ്ങളിലേക്ക് എന്നേ പറന്നുപോയ ഒരു സ്വപ്നപക്ഷിയായിരുന്നു. മടങ്ങിവരാൻ വിധിച്ചിട്ടില്ലാത്ത പറവ. അനസൂയ മിക്ക ദിവസങ്ങളിലും കുളിക്കുന്നതിന് മുമ്പ് തൻ്റെ ശരീരത്തിൽ തൈലങ്ങൾ പുരട്ടിത്തിരുമ്മി. അവൾ സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല. കടലപ്പൊടിയിൽ ചന്ദനം ചേർത്ത് ചർമ്മത്തിൽ ലേപനം ചെയ്തു. കനകവർണ്ണമുള്ള ആ ശരീരത്തിൽ ചുളിവുകൾ ഉണ്ടായിരുന്നില്ല. നഗരത്തിൽ മതമൈത്രി തകർന്ന കാലത്താണ് ആ തെരുവിലേക്ക് ഒരു മുസൽമാൻ കാറോടിച്ചു വരുന്നത്. ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ആ നഗരിയിൽ അത് അലസോരമുണ്ടാക്കി. ഹിന്ദുക്കളുടെ വിവാഹോത്സവത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാതായി. മുസ്ലിങ്ങളുടെ ഇഫ്താർ വിരുന്നുകളിൽ ഹിന്ദുക്കളും അപ്രത്യക്ഷരായി. ക്ഷേത്രങ്ങളും പള്ളികളും വിദ്വേഷ ചിന്തകളാൽ ത്രസിച്ചു തുടങ്ങി. ലോകം ഇങ്ങനെ നീങ്ങുമ്പോൾ അനസൂയാബായി സാദിഖലിയിൽ പൂർണ്ണമായും അടിമയാവുകയാണ്. സാദിഖലി തന്നെ വിട്ടുപോകുമോ എന്നുള്ള ഭയം അനസൂയയിൽ വളരുന്നു. എൻ്റെ പ്രേമവായ്പിനെ തടുക്കുവാൻ നീ നിന്റെ മതത്തെ ഒരു പരിചയായി ഉപയോഗിക്കുന്നു, അനസൂയ പറഞ്ഞു. നിന്റെ ഭാവന കടൽ കയറുന്നു, സാദിഖലി പിറുപിറുത്തു. പ്രതിഭാധരനായ അനസൂയയ്ക്ക് എന്തുപറ്റി? അവൾ ചിരിക്കുന്നു കണ്ടിട്ട് വളരെ കാലമായി എന്ന് ഡോക്ടർ സാദിഖലിക്ക് തോന്നി. താൻ ദൂരെയുള്ള ഒരരങ്ങിൽ നടക്കുന്ന നാടകം കാണുകയാണോ? സംശയാലുവായ ഈ സ്ത്രീയാണോ കഥാനായിക? നീ പണ്ടത്തെപ്പോലെ എനിക്ക് പാടിത്തരിക, നിന്റെ പാട്ട് കേട്ട കാലം മറന്നു, അദ്ദേഹം പറഞ്ഞു. സംഗീതത്തിൻ്റെ അലയൊലികൾ ആ ഭവനത്തിൽ വീണ്ടും നിറയുന്നു. പരിചാരിക തുളസിബായി സന്തോഷിക്കുന്നു. മതമേതായാലും ഡോക്ടർ സാബ് തൻ്റെ യജമാനത്തിയുടെ ഏക പുരുഷനാണ്. അവരെ മംഗൾസൂത്രം കെട്ടിച്ച മനുഷ്യൻ. ഇനി മറ്റൊരാൾ ഈ കോണിപ്പടി കയറി വരലുണ്ടാവില്ല. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഈ മനുഷ്യനു വേണ്ടി ജീവിതം കത്തിത്തീർക്കരുത് എന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു തുളസാബായി. വെറുമൊരു പ്രേമ ഭിക്ഷുകയായി താൻ മാറുകയാണെന്ന് അനസൂയയ്ക്കും തോന്നിത്തുടങ്ങി. മക്കളും പേരമക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തിൻ്റെ മേധാവി, ഒരുപാട് അവകാശികളുള്ള ഒരാൾ തനിക്ക് എങ്ങനെ സ്വന്തമാവും? അനസൂയയെ ഈ ഒരു ചിന്ത അലസോരപ്പെടുത്തുന്നു. സമ്മതമാണെങ്കിൽ തന്നെ വിവാഹം ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ധനാഢ്യർ ഉണ്ടെങ്കിലും മറ്റൊരു പുരുഷനെ സങ്കല്പിക്കാൻ പോലും അനസൂയ അശക്തിയായിരുന്നു. മോഹിനി സംസാരിച്ചുവെന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ് സൂര്യനാരായണ രാമചന്ദ്ര റെഡ്ഡിയെ കാണാൻ വന്നത്. പക്ഷേ ഏതോ ഒരു കച്ചവടം ഉറപ്പിക്കുന്നതിൻ്റെ ലഹരിയിലായിരുന്നു റെഡ്ഡി. അതിനിടയിൽ ഈ സന്തോഷവാർത്തയ്ക്ക് അധികം പ്രാധാന്യമൊന്നും റെഡ്ഡി കൊടുക്കുന്നില്ല. മോഹിനി റെഡ്ഡിക്കൊരു നഷ്ടക്കച്ചവടമാണെന്ന് സൂര്യനാരായണയ്ക്ക് തോന്നുന്നു.